വേദിയിലുള്ള രണ്ട് ഗോപേട്ടന്മാർ, ടീച്ചർ, ടീച്ചർ, ബോസ് മാസ്റ്റർ, റസാഖാജി, നാസപ്പുത്ത്, താര ടീച്ചർ, സുഖദുഃഖംപാറ, അങ്ങനെ ഒരുപാട് മിത്രങ്ങൾ, അതേമാതിരി ഇവിടുത്തെ ടീച്ചേഴ്സ്, എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഈ ഓണാശംസ നേരുന്ന സമയത്ത് എനിക്കൊരു അപേക്ഷയുണ്ട്. കാരണം ഈ സമയത്തും വയനാട് പ്രദേശത്ത് ഭൂമിക്കടിയിൽ കുറേ ആൾക്കാർ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവർക്ക് വേണ്ടി നമുക്കൊരു നിമിഷം നീച്ചുന്നൂടെ? പ്ലീസ്. ശരി, ഇരിക്കൂ. ഇപ്പോഴാണ് നമ്മളെ പരിപാടിക്ക് ശരിക്കും തുടക്കം കുറിക്കാനായത്. ഓണാഘോഷമാണ്. പ്രത്യേകിച്ച് ഈ വക ഡിസ്റ്റോർഡറിനകത്ത് ബാബുകായിട്ട് പറഞ്ഞമാതിരി ഡിസ്റ്റോർഡറായിട്ടുള്ള കുറേ ആൾക്കാരെ അവരെ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ടീച്ചേഴ്സിന് വലിയൊരു പങ്കുണ്ട്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ സമയത്ത് ഇവർക്ക് എന്ന് പറഞ്ഞാൽ അമ്മമാരാണ്. അമ്മമാർ കഴിഞ്ഞാൽ ടീച്ചേഴ്സാണ്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഒരുക്കി വിടുന്ന മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ. അപ്പോൾ അവർക്ക് വലിയൊരു കൈകാര്യം നമ്മൾ കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, എനിക്ക് ഓർമ്മ വരുന്നത് ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞ സമയത്ത് ഈ വളക്കുഴിയിലെ പുഴുവിനെ പോലെ പിടഞ്ഞു തീരേണ്ടവളല്ല. ഞാൻ ഏറ്റവും കൂടുതൽ സർവീസ് എനിക്കുള്ളത് കോട്ടക്കൽ രജിസ്റ്ററാണ്. 10-40 കൊല്ലമുണ്ട്. പക്ഷേ ഇവിടെ ഒരു 10 കൊല്ലം തുടർച്ചയായിട്ട് വരാൻ സാധിച്ചു. ഇനിയും എനിക്ക് വരാൻ സാധിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞ കള്ളത്തരാന്ന് വെച്ചാൽ ബാബുകാട്ട് ദിവസം വീട്ടിൽ വന്നിട്ട് എൻ്റെ കാല് നോക്കി, കാല് നോക്കാൻ കാല് പൊള്ളച്ചിരിക്കുക. അപ്പോൾ കാല് തൊട്ട് തൊഴുത് മൂപ്പരോട്ട് പോകുന്നു. അപ്പോൾ സത്യം മനസ്സിലായി. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പേഴ്സണൽ ദുഃഖങ്ങളൊക്കെ തന്നെ ഞാൻ ഇപ്പം നമ്മളെ സേതുമാക്കനോട് ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത്. ഈ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സ്ത്രീകളോട് പറയാനുള്ളത്, വളക്കുഴിയിലെ പുഴുവിനെ പോലെ പിടഞ്ഞു തീരേണ്ടവല്ല സ്ത്രീ എന്നാണ്. തലമുറകൾ മാറ്റങ്ങൾ ഉണരും പ്രചണ്ഡമാം ചിതലിച്ച ഗോപുരം കടപുഴക്കും കൊടുങ്കാറ്റുകൾ ഗർഭം ധരിച്ചു നിൽക്കുന്നൊരു അമരമാതൃത്വങ്ങളെ അറിയണം, അതു നിങ്ങൾ പറയണം. ഞങ്ങളിൽ ഉലകിൻ്റെ അമ്മമാർ ഇടനെഞ്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ടലറുന്നു. ഒരു കാലിലേക്കിലമ്പൂരി ശപിച്ചെറിഞ്ഞൊടുവിളി പുരമെരിക്കും, ഒടുവിളി പുരമെരിക്കും. അറിയുമോ നീ എന്നെ, അറിയുമോ നീ എന്നെ, അറിയുമോ നിങ്ങളെന്നെ? മകളായി, ഭാര്യയായി, പെങ്ങളായി, അമ്മയായി ജന്മങ്ങൾ തള്ളുമെന്നേ, ജന്മങ്ങൾ തള്ളുമെന്നേ. അങ്ങനെ ജന്മങ്ങൾ തള്ളി തീയേണ്ടവരല്ല സ്ത്രീ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ മാതാപിതാക്കൾക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ മറിച്ചൊന്നും പറഞ്ഞില്ല. ഓണമല്ലേ, എല്ലാം നമ്മൾ മറക്കാം, കുറച്ച് നേരത്തേക്ക് സന്തോഷിക്കാം. ഓണം വന്നോണം വന്നേ, പൊന്നോണം വന്നേ, തപ്പൂട്ടി കാര്യം കണ്ടേ. ഓണം വന്നോണം വന്നേ, പൊന്നോണം വന്നേ, തെയ്തൈ. ഓണം വന്നോണം വന്നേ, തിരുവോണം വന്നേ. ഓണം വന്നോണം വന്നിരുവോണം വന്നേ, ഓണം വന്നോണം വന്നേ, തിരുവോണം വന്നേ. ഓണം വന്നോണം വന്നേ, പൊന്നോണം വന്നേ, ഒന്നും വന്നോണം വന്നേ, തിരുവോണം വന്നേ. അത്തപ്പൂവിളി കേട്ടു ഒന്ന് ആടിക്കാനെ. അത്തപ്പൂവിളി കേട്ടു വിടർന്നൊരു തൃത്താപ്പൂക്കൾ ചിരിച്ചു. പുത്തനുടുപ്പിട്ട് പുത്തരിയുണ്ണുവാൻ ചിത്രപതംഗങ്ങൾ വന്നു. ഊഞ്ഞാലിലാടുന്നു പാടുന്നു കുട്ടികൾ. തെങ്ങോല പോലും ചാഞ്ചാടിയിടുന്നു. താതേ മാവേലി മന്നനെ വരവേൽക്കുവാനായി മാനവരെല്ലാം ഒരുങ്ങിടുന്നേ. താതേ കച്ചക്കച്ച കയറിട്ട് കയറാലഞ്ചു മടക്കിട്ട് നെറ്റിപ്പട്ടം പൊട്ടിട്ട് കൂടെ ഞാനും പൂവിട്ട്. പൂവേ പാട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. എല്ലാ ദുഃഖങ്ങൾക്കിടയിലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. ഈ ചടങ്ങിൻ്റെ ഔപചാരിക ഉദ്ഘാടനം അറിയിക്കുന്നു. താങ്ക് യു.